ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ്. ദ കാർഡ്സ് വി ഗോട്ട് ഏസ് ഓഫ് കപ്സ് ആൻഡ് സെവൻ ഓഫ് കപ്സ്. സോ ഇത് ക്ലിയർലി ഷോസ് എ ന്യൂ ബിഗിനിങ്. മേ ബി ഒരു ന്യൂ റിലേഷൻഷിപ്പിലായിരിക്കാം, ഒരു ന്യൂ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ക്രിയേറ്റീവ് പ്രൊജക്റ്റ് ഓർ എ ന്യൂ സ്പിരിച്വൽ പാത്ത്, ആൻഡ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് സൈൻ. പക്ഷെ അവിടെ ഈ സെവൻ ഓഫ് കപ്സ് കാണിക്കുന്നത് നമ്മൾക്ക് ഒരുപാട് ഇല്യൂഷൻസ് ഉണ്ടാവാം, ഓപ്ഷൻസ് ഉണ്ടാവാം, അതിൽ കൺഫ്യൂസ്ഡായി വഴി തെറ്റിപ്പോവാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ നമ്മളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്ന സമയത്തും നമ്മളുടെ ഗോൾ എന്താണ്, അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് വാട്ട് യു നീഡ് ഇൻ ലൈഫ്, നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ള ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങളായിട്ടും ഓപ്ഷൻസായിട്ടും വരുമ്പോഴും ആ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചൂസ് ചെയ്യണമെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ, ഒരു ഫിയർ, അൺസർട്ടനിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ആത്മപരിശോധന ആവശ്യമാണ്. ഓരോ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപും സ്വയം ചോദിക്കുക, ഞാൻ എടുക്കുന്ന ഈ ഡിസിഷൻ എന്നെ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ആൻഡ് പ്രാക്ടീസ് മെഡിറ്റേഷൻ. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ്, മെഡിറ്റേഷനോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് റൈറ്റായി മാറും.